കാവനൂർ ആലുങ്ങപ്പറമ്പിന്റെ ഗ്രാമസീമയിൽ മകുട മനോഹാരിതയിൽ പുനർനിർമ്മാണം നടത്തിയ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനവും അതിനനുബന്ധമായൊരുക്കുന്ന പൊതുസമ്മേളനവും നാളെ മഗ്‌രിബ് നമസ്കാരത്തോടെ കാവനൂർ ആലുങ്ങപ്പറമ്പിൽ നടത്തപ്പെടുമ്പോൾ ആത്മീയതയുടെ പൊൻവെളിച്ചം പരത്തി വിശുദ്ധിയുടെ ഉപരിശൃംഗത്തിൽ വിരാജിക്കുന്ന പാണക്കാട് കൊടപ്പനക്കലെ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മഹാനിധൻ നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വമേകി മസ്ജിദ് ഉദ്ഘാടനം നിർവഹിച്ച് മഗ്‌രിബിന് ശേഷം താമസം വിന ആരംഭിക്കുന്ന അത്യുജ്വല സമ്മേളനത്തിൽ ഹമീദ് അലി തങ്ങളും പിന്നെ കാലോചിത പ്രസംഗത്തിന്റെ കാമ്പും കാതലും നിറച്ച് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിക്കൊണ്ട് സുന്നികളുടെ ആവേശമായ പ്രസംഗവേദിയുടെ തരംഗത്തരിപ്പായ ഉസ്താദ് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷകനായും വേദിയിൽ വരുമ്പോൾ കെ എ റഹ്മാൻ ഫൈസി അവറുകളും അബ്ദുൽ ലത്തീഫ് ബാഖവിയും നാസറുദ്ദീൻ ദാരിമിയും അങ്ങനെ പ്രധാനികൾ പങ്കെടുക്കുന്ന മഹത്തായ മസ്ജിദ് ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് മാന്യ ദീനി സ്നേഹികൾ എല്ലാവരെയും നാളെ മഗ്‌രിബിന് മുന്നോടിയായി കാവനൂർ ആലുങ്ങപ്പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ പ്രവാചകൻ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവല്ലരിയിലെ പ്രകാശിത മുത്തുരത്നങ്ങളായി ഉമ്മത്തിന്റെ ഉത്ഥാനത്തിന് ഊർജം പകർന്നേകുന്ന പാൽപുഞ്ചിരിയുടെ അമരത്തേറി സമുദായ രഥം നയിക്കുന്ന പാണക്കാട് സയ്യിദ് സാദാത്യങ്ങളിലെ സൗമ്യ സാന്നിധ്യം മഹാനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വമേകിക്കൊണ്ട് കാവനൂർ ആലുങ്ങപ്പറമ്പിൽ പുനർനിർമ്മാണം നടത്തിയ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നടത്തപ്പെടുമ്പോൾ അതിന്റെ അനുബന്ധമായൊരുക്കുന്ന നാളെ മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ആലുങ്ങപ്പറമ്പിൽ നടത്തപ്പെടുന്ന കാലാവസ്ഥക്കനുയോജ്യമായി നഗരിയൊരുക്കിയ സമ്മേളനത്തിൽ പ്രാസനിബദ്ധമായ വചനങ്ങളുടെ പെരുമയ വർഷം തീർത്തുകൊണ്ട് തുടക്കം മുതൽ ഒഴുക്കുനിലക്കാതെ നിർഗളിക്കുന്ന സാഹിത്യപ്രവാഹത്തിന്റെ താളത്തകൃതിയിൽ മണിക്കൂറുകൾ ആത്മാവിനെ ലയം കൊള്ളിക്കുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എസ്എസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മജ്മുഇന്റെ ജനറൽ സെക്രട്ടറി കെ റമീസ് അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തവറപറമ്പ് മുദരിസ് ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ദാരിമി അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെയും അയൽപക്ക പ്രദേശങ്ങളുടെയും നാട്ടുകാരെയും പണ്ഡിതന്മാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് മുസ്ലിയാരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, ഇന്നാദ്യമായി പ്രാർത്ഥിക്കുക.
വളരെ അനുഗ്രഹീതവും സന്തോഷകരമായ ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശ നിവാസികളുടെ അഭിലാഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന നിസ്കാരപ്പള്ളി പൊളിച്ച് അത് പുതുക്കി വിശാലമായ രീതിയിൽ പുതുക്കി പണിയുക എന്നുള്ളത്. ഈ പരിസര നിവാസികളുടെ സഹായത്തോടുകൂടി അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അല്ലാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച നിരവധി സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അവരുടെ ഉദ്ദേശവിഷയങ്ങളൊക്കെ അല്ലാഹുവിനറിയാം. അവർക്ക് അല്ലാഹു അതിന്റെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വിഷയങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ ബന്ധുക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി സഹായിച്ചു സഹകരിച്ച എല്ലാവരുടെയും ആ സംഭാവനകളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പള്ളി നിർമ്മിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അനാഥരോട് ധന്യമാക്കേണ്ട ഉത്തരവാദിത്വം ഈ പരിസരവാസികളുടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിരവധി പള്ളി ഉടസ്ഥലം കൂടിയാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനില്ല. എല്ലാവരും ഉപതരാണ്. നമ്മുടെ നമസ്കാര കർമ്മങ്ങൾ അത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിലുപരി അല്ലാഹുവിന്റെ ഭാഗമായ പള്ളി വെച്ചുകൊണ്ട് തന്നെയാകുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് വഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 5 വക്ത നമസ്കാരത്തിനായി പള്ളിയിൽ നിന്ന് വാങ്ങിപ്പിടിക്കപ്പെടുമ്പോൾ ഈ പള്ളിയുടെ പരിസരവാസികളൊക്കെ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുകൊണ്ട് ജമാഅത്തായി പങ്കെടുത്തുകൊണ്ട് ആ പള്ളി കരസ്ഥമാക്കണമെന്ന് സാന്ദർഭികമായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ പള്ളികളിൽ ചെലവഴിക്കാൻ സാധിച്ചാൽ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഇവിടെ പള്ളി നിർമ്മിച്ചത് ഓട്ടോമേറ്റോടുകൂടി വലിയ പുണ്യമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇനി എത്തിക്കാത്തിന്റെ ഈയത്തോടുകൂടി നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് പുണ്യം പരിക്കൂടാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ പള്ളികളിൽ ചെലവഴിക്കാൻ സാധിക്കുക. പള്ളികളിൽ നിന്നുകൊണ്ട് മറ്റ് നാട്ടുവർത്തമാനങ്ങൾ പറയുകയല്ല ലക്ഷ്യമായി വരേണ്ടത്. പള്ളികളിൽ നിന്ന് ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും നൽകിയിട്ടുണ്ട്. അല്ലാഹുവുമായുള്ള ആ ബന്ധങ്ങൾ പുതുക്കാൻ സാധിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണ് ബാധ്യസ്ഥ. അല്ലാഹുവിന്റെ വിധിവിലക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് അല്ലാഹു നമ്മെ ശ്രദ്ധിച്ചിട്ടുള്ളത്. എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് വളരെ വ്യക്തമായ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിരുന്നു. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും നാം തയ്യാറാവണം. അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യമായി മാറുന്നത്. വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്കാണ് നാം കാലത്ത് പ്രവർത്തിക്കാൻ പോകുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അല്ലാഹു നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നൽകുന്ന അനുഗ്രഹീതമായ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ മാസത്തിലേക്ക് നാം ഏവരെയും എത്തിക്കുമാറാവട്ടെ. കൂടുതൽ റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ റമദാനുകളും അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമായ പാപക്കടകൾ നീക്കി കളയാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുന്ന മാസം കൂടിയാകുമ്പോൾ നമ്മുടെ ഓരോ സുന്നത്ത് നമസ്കാരങ്ങൾക്കും നിർബന്ധ മറ്റ് മാസങ്ങളിൽ പ്രബന്ധ നമസ്കാരത്തെ കൂടിയും പ്രബന്ധ നമസ്കാരത്തിന്റെ മറ്റു മാസങ്ങളേക്കാൾ അധികം പ്രതിഫലങ്ങളൊക്കെ തന്നെ മാറ്റിക്കൂട്ടാൻ കഴിയുമെന്നാണ്. അതോടൊപ്പം തന്നെ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള അനുഗ്രഹീതമായ ഒരു രാവും നമുക്ക് വിശുദ്ധമായ റമദാനിൽ നമുക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് റമദാനിനെ നാം സ്വാഗതം ചെയ്യണം. റമദാനിനെ വരവേൽക്കണം. റമദാൻ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹികൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റുകളും സ്വലാത്തുകളും ഒരുമിടാനും തയ്യാറാവുക. അല്ലാതെ മറ്റ് ഭൗതിക കാര്യങ്ങളിൽ മാത്രം നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചാൽ അത്